നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നാണ് അവരെ ഡയറക്റ്റ്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് iPhone 16. അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ ആമസോൺ പ്രൈമും ഫ്ലിപ്കാർട്ട് പ്ലസും ഉള്ള അക്കൗണ്ട്സ് ഓൾറെഡി എടുത്തു വെച്ചു. കാരണം ഓഫേഴ്സ് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മീൻസ് ഈ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിന്റെ സമയത്താണ് എടുത്തത് iPhone 16. അപ്പോൾ ഈ പ്ലസ് അക്കൗണ്ടും പ്രൈം അക്കൗണ്ടും ഉള്ളവർക്ക് നേരത്തെ ഒരു ദിവസം മുന്നേ കിട്ടും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് രണ്ടുമുള്ള അക്കൗണ്ട് എടുത്തു വെച്ചു. ഒരെണ്ണം പ്ലസ് അക്കൗണ്ട് ഫ്രണ്ടിന്റെ ആയിരുന്നു, പ്രൈം അക്കൗണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് പ്ലസ് അക്കൗണ്ടിലാണ് iPhone 16 ഓഫർ, 15 ഓഫർ ഉള്ളത് പ്രൈമിലാണ്. അപ്പൊ ഇത് ഒരുപാടിന്റെ ബാക്കിൽ കുറെ സ്പാമുകൾ മീൻസ് ഇവര് ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ പല സ്പാമും ഇടും. തലേ ദിവസം ഇതിന്റെ റേറ്റ് കൂട്ടി വെക്കും, എന്നിട്ട് പിറ്റേ ദിവസം ഇത്ര പെർസെന്റേജ് ഓഫർ പറഞ്ഞിട്ട് നേരത്തെ കുറച്ചിട്ട് അവരെ ഓഫർ പ്രൈസ് എത്രയാണ് മുന്നേ കാണിച്ച അതിലേക്ക് കുറച്ച് വെക്കും. എന്നാലും മുന്നേ എത്ര കൂടി ഇപ്പൊ കുറഞ്ഞുള്ള ഇത് കാണിക്കാൻ പറ്റില്ല, അതൊരു സ്പാമാണ്. പിന്നെ ഈ കാണുന്ന ഓഫറിന് വരെ ഒരു സ്റ്റാർ ഇടും, കണ്ടീഷൻ സപ്ലൈഡ്. അത് ചിലപ്പോൾ നമ്മൾ ഇന്ന കാർഡ് ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ കാർഡ് ഉപയോഗിച്ചാൽ വേറെ ഓഫർ, അങ്ങനെ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുത്ത് വെച്ചു, സെറ്റാക്കി ഒക്കെ വെച്ചു. അങ്ങനെ രാത്രി 12 മണിക്ക് ഇവര് ഓഫർ ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത് വെച്ചാൽ പ്രൈം മെമ്പേഴ്സിനും പ്ലസ് മെമ്പേഴ്സിനും. അപ്പൊ പ്ലസ് അക്കൗണ്ട് ഉള്ള ഫ്രണ്ടിന്റെ അക്കൗണ്ട് ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നു. ഓർഡർ പ്രോസസ്സിങ് കാണിച്ച് അവിടെ സ്റ്റക്കായി. എന്റെ കാർഡിൽ നിന്ന് കാശും പോയി, അവിടെ റിഫ്ലക്ട് ആയില്ല. അപ്പൊ അത് ലോക്കായി. അപ്പൊ എനിക്ക് ഈ എമൗണ്ട് റിലീസ് ആയുള്ളൂ, പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റും. ഇതാണ് തിരിച്ചു കിട്ടണമെങ്കിൽ 3 ദിവസം എടുക്കും ചെയ്യും. അങ്ങനെ പിന്നെ അത് സ്റ്റേക്ക്. അങ്ങനെ ഫ്രണ്ടിന്റെ കാർഡിലുള്ള എമൗണ്ട് വെച്ചിട്ട് ഇത് പർച്ചേസ് ചെയ്തു. അതും 3 തവണ ഞാൻ ഓർഡർ കൊടുത്തതിന്റെ ശേഷം അതിൽ ഒരെണ്ണാണ് കൺഫേം ആയത്. അപ്പം ആ ഒരു സമയത്ത് ഓഫർ സെയിലിന്റെ സമയത്ത് നിങ്ങൾ സാധനം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ പെടും. കാരണം വെച്ചാല് ആ സമയത്ത് അത്രയും ട്രാഫിക് ആയിരിക്കും, അല്ലെ അത്രയും ലക്ക് വേണം, എല്ലാം ഒരു ഭാഗ്യത്തിന്റെ പുറത്തുള്ള കളിയാണ്. അങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തത്. അപ്പൊ പിന്നെ അതേപോലെ സെയിം ഡേ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആമസോൺ പ്രൈമിന്റെ ആഡും കാര്യങ്ങളൊക്കെ. സെയിം ഡേ ഡെലിവറി ഒക്കെ സെലക്ടഡ് പ്രൊഡക്ട്സിന് മാത്രമാണ്. ഓഫർ സെയിലിനൊക്കെ പർച്ചേസ് ചെയ്താൽ 3-4 ദിവസമൊക്കെ എടുത്തിട്ട് സാധനം കിട്ടുള്ളൂ. എനിക്കിത് 4 ദിവസം എടുത്തതിന് ശേഷമാണ് iPhone 16 എനിക്ക് കിട്ടിയത്. 16 അടുത്തൊരു 2 months ആയിട്ടില്ല, അതിന്റെ മുന്നേ ഫേസ് ഐ ഡി അടിച്ചു പോയി. ഫേസ് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് ഐ ഡി ചോദിക്കുന്നില്ല, ഫേസ് ഐ ഡി ഇനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫേസ് ഐ ഡി റീസെറ്റ് ചെയ്ത് നോക്കിയത് ശരിയാവുന്നില്ല, അവർ പറഞ്ഞ കുറെ ട്യൂട്ടോറിയൽസ് നോക്കി റെഡി ആവുന്നില്ല. ആപ്പിൾ സപ്പോർട്ടിനെ വിളിച്ചു. അങ്ങനെ അവര് നോക്കിയ സമയത്ത് സോഫ്റ്റ്വെയർ ഒക്കെ അപ് ടു ഡേറ്റ് ആണ്, ബാക്കി കാര്യങ്ങളും സെറ്റിംഗ്സിലൊന്നും പ്രശ്നങ്ങളില്ല, അവർ സ്ക്രീൻ ഷെയർ ചെയ്ത് കറക്റ്റ് പറഞ്ഞു തരും. ആ കാര്യമൊക്കെ ഭയങ്കര അടിപൊളിയാണ് ആപ്പിൾ സപ്പോർട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇഷ്യൂ ഉണ്ട്. അവർ സെറ്റിംഗ്സ് കയറി ജനറലി കയറി നോക്കുന്ന സമയത്ത് പാട്ടിന് ഇഷ്യൂ ഉള്ളത്, മീൻസ് ഫ്രണ്ട് ക്യാമിന്റെ പാട്ടിന് ഇഷ്യൂ ഉള്ളത് അവിടെ കാണിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ടിക്കറ്റ് റേസ് ചെയ്തു. ഇന്ന് നമ്മൾ മാക്ബുക്ക് കൊണ്ടുപോയിട്ട് ഒരു തീരെ തിരിഞ്ഞു നോക്കാത്ത ഇമാജിനിൽ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടി വന്നു അടുത്തുള്ളതുകൊണ്ട്. അങ്ങനെ ഓഫീസ് ടൈമിൽ ചെന്ന് അതിന്റെ ഒരു സാധനം അവിടെ കൊടുത്തിട്ട് നമുക്ക് 7 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് അവർ പറഞ്ഞത്. ഫുള്ള് ഇൻസ്പെക്ട് ചെയ്തു, സാധനം നോക്കി. അവർ അന്നത്തെ ദിവസം നല്ല പക്കയായിട്ട് തന്നെ അവർ ചെയ്തു. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അവർ പേഴ്സൺ ടു പേഴ്സൺ, അന്ന് വേറൊരാളായിരുന്നു എന്നെ ഡീൽ ചെയ്ത്, ഇന്ന് വേറൊരാളായിരുന്നു. അതിന്റെ ഒരു ഡിഫറൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇമാജിൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, താഴെ കമന്റ് ഏതാ പേഴ്സൺ ആണെന്നുള്ള. എനിക്ക് ആളെ പേര് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ബിയേഡൊക്കെ വെച്ചിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു. അങ്ങനെ എന്നിട്ട് ഒരു സൈഡിലുള്ള ഒരാളടുത്ത് പറഞ്ഞു, അങ്ങനെ ആൾ ഇതിന്റെ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചോളൂ, 7 ബിസിനസ് വർക്കിംഗ് ഡേയ്സ് എടുക്കാൻ മതിയോ മാക്സിമം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കപ്പ് വേറെ ഫോണിലെ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യുന്ന വൈഫിന്റെ ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ബാക്കപ്പ് വേറെ ഫോണിലേക്ക് ഒരു ആൻഡ്രോയിഡ് തൽക്കാലത്ത് യൂസ് ചെയ്തൊരു ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് വെച്ച് യൂസ് ചെയ്തു. 3-ാമത്തെ ദിവസം തന്നെ മീൻസ് ഒരു ഫ്രൈഡേ കൊടുത്തിട്ട് സാറ്റർഡേ സൺഡേ ഒരു വർക്കിംഗ് ഡേയ്സ് അല്ലല്ലോ, പിന്നെ മൺഡേ ആണ് വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടാം. അപ്പൊ മൺഡേ ട്യൂസ്ഡേ അവർ കംപ്ലീറ്റ് ആയി ഈവനിങ് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഈവനിങ് ഞാൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് വെനസ്ഡേ ആഫ്റ്റർനൂൺ ഒക്കെ മീൻസ് ഒരു 10-12 മണി ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് ഞാനത് കളക്ട് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ചെക്ക് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്തു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ ഫ്രണ്ട് ക്യാമും ആ ഒരു സെറ്റ് മൊത്തത്തിൽ മാറ്റി കറക്റ്റ് വർക്കിംഗ് ആയിട്ട് തിരിച്ചു വന്നു. അപ്പം എനിക്ക് മനസ്സിലായി സർവീസിൽ നിൽക്കുന്ന ആൾക്കാരുടെ അപ്രോച്ചും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇത്രയും സാധനങ്ങൾ ഇതിന്റെ ഇടയിൽ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഓഫ്ലൈൻ എടുത്താലും ഓൺലൈൻ എടുത്താലും സർവീസ് സെന്ററിലുള്ള ആൾക്കാർ, അവരുടെ മൂഡ്, ഇത്രയും സാധനങ്ങൾ ഇതിൽ ലൈക്ക് ഇൻവോൾവ് ആണ്. ഇതൊക്കെ ഓക്കെ ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രം, പിന്നെ അവിടെ വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധനം കറക്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്ത് കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. നത്തിങ്ങിന്റെ ഹെഡ്ഫോൺ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഇതിൽ അൺബോക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, ചെക്കൗട്ട് ചെയ്യാം. നത്തിങ്ങിന്റെ ഒരു ഹെഡ്ഫോൺ മേടിച്ചു, ഞാനാണ് അൺബോക്സ് ചെയ്തത്. സാധനം ക്വാളിറ്റി ഒക്കെ അവൻ ചെക്ക് ചെയ്ത് അവനൊക്കെ ഇഷ്ടമായി. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5000 രൂപേന്റെ ഡിഫറൻസ്, 5000-3000 രൂപേന്റെ ഡിഫറൻസിൽ
സോണീന്റെ ഒരു ഹെഡ്ഫോൺസ് XM4 ഉണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവൻ എന്ത് ചെയ്തു, ഇവന് ബാഡ് അടിച്ചു, നെഗറ്റീവ് അടിച്ചു. അതിന്റെ അത്ര ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനോ ബാസ് ബൂസ്റ്റോ കാര്യങ്ങളും ഇതിലില്ല. കാണാനുള്ള ഒരു ആസ്തറ്റിക് ലുക്കും പിന്നെ ഒരു ഡിഫറൻസ്, ആ യുണീക്ക് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. പിന്നെ ആ വെയിറ്റ് ഫാക്ടറും കുറച്ച് കൂടുതലാണ്. XM4 വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പിന്നെ ചെവിയിൽ വെക്കുമ്പോൾ എന്തായാലും ഒരു ഹോട്ടായിട്ട് ഫീൽ ചെയ്യും, ഒരു വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൻ എന്ത് ചെയ്തു, ഇത് എനിക്ക് റിട്ടേൺ അടിക്കാൻ പറ്റുമോ, റീഫണ്ട് കിട്ടുമോ നോക്കാം, XM4 കുറച്ച് എമൗണ്ട് പോയിട്ട് XM4 മേടിക്കാമല്ലോ, ആ ഒരു മൈൻഡിൽ അവൻ എന്ത് റിട്ടേൺ അടിക്കാതെ വിചാരിച്ച് കൊടുത്തു. അപ്പം എന്ത് വിചാരിച്ചു, ആ ഒരു മൈൻഡ് സെറ്റിലാണ് റിട്ടേൺ അടിക്കാൻ നോക്കിയത്, വേറെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റിട്ടേൺ അടിക്കാൻ നോക്കിയപ്പോ ഒരു ഓപ്ഷൻ ഇല്ല. റിട്ടേൺ അടിക്കുക വെച്ചാൽ റീപ്ലേസ്മെന്റ് ഉണ്ടാവും, പക്ഷെ ഇന്ന കാര്യങ്ങൾ ഓക്കെ അല്ല, എന്തുകൊണ്ടാണെന്നുള്ള സർവീസ് സെന്ററിൽ ചെക്ക് ചെയ്ത് അവർ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ റിട്ടേൺ അടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം പെർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു സാധനത്തിനെ പറ്റി കംപ്ലീറ്റ് റിസർച്ച് ചെയ്യുക, ഏതൊക്കെ ഡിവൈസ് കമ്പയർ ചെയ്യാൻ പറ്റും അതൊക്കെ കമ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ പെർച്ചേസ് ചെയ്യാനായിരിക്കും ബെറ്റർ. എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കമ്പയർ ചെയ്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് റീഫണ്ടോ റിട്ടേണോ ഉള്ള ഒരു ഓപ്ഷനും ഇല്ല. റീപ്ലേസ്മെന്റ് കിട്ടണമെന്നില്ല, അവർ സർവീസ് സെന്റർ കൊടുത്ത്, അവർ പറയുന്ന സർവീസ് സെന്ററിൽ ടൈമിന് പോയി കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് ആ ഒരു ഇഷ്യൂ ഉണ്ട് അവർക്ക് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ അവരത് റിട്ടേൺ എടുക്കുള്ളൂ. അല്ലാത്ത പക്ഷം റിട്ടേൺ എടുക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് റിസീവ് ആയ അന്ന് തന്നെ ബോക്സ് പൊട്ടിക്കാതെ റിട്ടേൺ അയക്കാം നമുക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ എടുക്കണം, നമ്മൾ അൺബോക്സ് ചെയ്യുന്നതും ഉള്ളിൽ ഡാമേജ് ഉള്ളതും ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ളി വീഡിയോ എടുത്താൽ മാത്രമേ അതും അവർ സമ്മതിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഒരു ഹോളി ലാൻഡിന്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാവ്ലിയർ മൈക്രോഫോൺ മേടിച്ചു. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഫ്രണ്ട് എടുത്തതാണ്. അത് ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ ഈ അടുത്ത് നമ്മളെ ഷെസാമോ അതേപോലെ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതേപോലെ ഇഷ്യൂ ഉണ്ട് പറഞ്ഞിട്ട്, അപ്പൊ അവന്റെ സൈഡിൽ നിന്ന് അവൻ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞതാണ്. അവനിപ്പോ എടുത്തിട്ട് ഒരു കുറച്ച് മന്ത്സ് ആയിട്ടുള്ളൂ, ഫ്യൂ മന്ത്സ് അവൻ യൂസ് ചെയ്തു. കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ മെയിൻലി വൈറ്റ് കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പിന്നെ ചെറിയ ചെറിയ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൻ ഡിസ്കസ് ചെയ്യും. പിന്നെ അവന് അല്ലാതെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ അവൻ കൊടുക്കാറുണ്ട്. യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം അതിൽ ഒരു മൈക്ക് ഓൺ ആവുന്നില്ല, ഒരു മൈക്കിൽ ഇടക്ക് ബ്ലൂ ലൈറ്റ് തന്നെ കത്തും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അവന്റെ സൈഡിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സൈഡ് മൈക്ക് ഇപ്പം വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് വാസ്തവം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഐഡിയ ഇല്ല. യൂസ് ചെയ്ത് തന്നെ പോയതാണോ, അടിയിലുള്ള മാഗ്നറ്റ് ഇല്ലേ ചാർജ് ആകുമ്പോഴുള്ള മാഗ്നറ്റ്, ആ ഒരു പ്ലാക്കിനെ ഒട്ടുന്ന സാധനം, ആ സാധനം വർക്ക് ആവാത്താണോ, ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് നോക്കിയാലൊന്നും വർക്ക് ആവുന്നില്ല. ചില സമയത്ത് ചാർജ് ആവും, ചില സമയത്ത് ചാർജ് ആവില്ല. അങ്ങനെയായിരുന്നു ഫസ്റ്റ്. പിന്നെ തീരെ ചാർജ് ആവാതെ ഇപ്പൊ കംപ്ലീറ്റ്ലി ആ ഒരു സൈഡ് ഒരു മൈക്ക് വർക്കിംഗ് കണ്ടീഷൻ എല്ലാം തോന്നുന്നു. അപ്പൊ ആ ഒരു ഇഷ്യൂ ഹോളിലാൻഡിന്റെ ലാർക്ക് M2ന്റെ സൈഡിൽ നിന്നുണ്ട്. നല്ല മൈക്കാണ്, യൂസ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ മേടിച്ചാണ്. അത്രയും ക്രിയേറ്റേഴ്സ് ഒക്കെ എടുക്കുന്ന മൈക്ക് ആയതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂ ഈ അടുത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ഈ ഇയറിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെയിം പ്രൈസ് റേഞ്ച് അതിനെക്കാട്ട് കുറച്ച് പ്രൈസ് റേഞ്ച് DJന്റെ ഒക്കെ മൈക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്, കമ്പയർ ചെയ്ത് നോക്കുക. ഇഷ്യൂസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഹോളി ലാൻഡിന്റെ കുറച്ച് സർവീസിന്റെ സൈഡൊക്കെ കുറച്ച് പ്രശ്നമാണ്. DJന്റെ അടുക്കാണ് ഇഷ്യൂസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടില്ല. ഞാൻ യൂസ് ചെയ്ത സമയത്താണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോ ഡു ചെക്ക് ദോസ് ബോത്ത് വീഡിയോസ്. രണ്ടും കമ്പയർ ആയിട്ട് നിങ്ങളെ യൂസ് കേസിന് ഓക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യും. പിന്നെ ഞാൻ മെയിൻലി ഇപ്പം ഈ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഓഫ്ലൈൻ എടുക്കണോ ഓൺലൈൻ എടുക്കണോ എന്നൊക്കെയുള്ള കുറെ കൺഫ്യൂഷൻസ് പല ആൾക്കാർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ചാൽ, ഓൺലൈനിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത ഒരു സാധനം പർച്ചേസ് ചെയ്യരുത്. ഓൺലൈനും ഓഫ്ലൈനും ഓഫർ സീസൺ അതേപോലെ തന്നെ പ്രൈസ് ഡ്രോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഒരു സാധനം എടുക്കുന്ന സമയത്ത്. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഓൺലൈനുകാരുടെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ സെയിം പ്രൈസ് റേഞ്ച് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡു ഗോ ഫോർ ഡാം ഷുവർ നിങ്ങൾ ഓഫ്ലൈനിൽ നിന്ന് പോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കച്ചറുണ്ടാക്കി സാധനം ഇതായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വിളിച്ച് എത്ര വിളിച്ച് വെറുപ്പിച്ച് തെറി പറഞ്ഞ് തള്ളയ്ക്കും നന്ദയ്ക്കും മുത്തിക്കും വിളിച്ചാൽ വരെ അവർക്ക് ഒരു പ്രശ്നമില്ല. ഒന്നെങ്കിൽ കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ സാധനം വേറെ ഒരാൾക്ക് കൊടുക്കും, അടുത്ത ആൾ വേറെ അങ്ങനെ നമ്മൾ തന്നെ പൊറുതി മുട്ടിയിട്ട് നമുക്ക് ഇതിനൊന്നും സമയമില്ലാതെ നമ്മളത് നിർത്തിപ്പോകും. അത്രയും കാലം അവരിങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് അവരെ പുതിയ കസ്റ്റമറും കൂടെ ഡിസ്റ്റർബ് ആവുന്നുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് റിസോൾവ് ചെയ്യാനാണ് നോക്കുക. അപ്പൊ ആ ഒരു സാധനം നോക്കുക. ഓഫ്ലൈൻ ഓൺലൈൻ കമ്പയർ ആയിട്ട് ബെറ്റർ പ്രൈസ് ഓഫ്ലൈൻ ആണ്, ട്രസ്റ്റബിൾ ആണ് ആ ഒരു ഓഫ്ലൈൻ സ്റ്റോർ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർവീസ്, ഇപ്പൊ മൈജിയൊക്കെ നല്ല മൂഞ്ചിക്കലാണ്. പച്ചയ്ക്ക് അറിയാനായിട്ട് അവിടുന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഫോൺ മേടിച്ചു, ഫീച്ചർ
ഫീച്ചർ ഫോൺ മേടിച്ചത് ഓൺലൈനിനെക്കാട്ട് എത്രയോ 2x പ്രൈസിനാണ് മേടിച്ചത്. പക്ഷെ അവർക്ക് അതാണ് ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് മേടിച്ചു കൊടുത്തു. മേടിച്ച് 2 മാസം കൊണ്ട് തന്നെ ക്യാമറ പോയിച്ചാൽ ഫീച്ചർ ഫോണിൽ ക്യാമറ ഉള്ള ടൈപ്പ് ഉണ്ടല്ലോ അത് പോയി. പിന്നെ അതേപോലെ സ്പീക്കർ വർക്ക് ചെയ്യാതെ, പിന്നെ അതിന്റെ മേലെ സർവീസിന് നടക്കാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ സൈഡിൽ നിന്ന് യാതൊരു മൈൻഡും ഇല്ലാത്തതുകൊണ്ടും ആ സാധനം അങ്ങനെ പോയി. പിന്നെ ഞാൻ വേറെ ഒരു ഫോണിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ടച്ച് ഫോണിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ഞാൻ പോക്കോണ്ട ഒരു ഫോൺ മേടിച്ച്, ബേസിക് ഫോൺ മേടിച്ച് കൊടുത്തു. അപ്പം മൈജി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് പക്ക മോശമായിരിക്കും. ഒരുപാട് വീഡിയോസ് മൈജിക്കെതിരായിട്ട് ഇപ്പോൾ ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മൈജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആഡ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും വീഴരുത്. ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ആഡ് പ്രൊമോഷൻസ് ഭയങ്കരമായിട്ട് കയറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ വേറെ എന്തൊക്കെയോ കവർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ്. സോ അതുകൊണ്ട് അതിലൊരിക്കലും വീഴരുത്. അതേപോലെയാണ് ഞാൻ ഈ കിടക്കുന്ന മാട്രസ് വാങ്ങിയത്. എമ്മനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കയറ്റി വെച്ച ഹൈപ്പൊന്നും സാധനത്തിനില്ല. ഒരു നോർമൽ ലെവല് പ്രൊഡക്റ്റ് ആണ്. അതായത് കൂടുതൽ സാധനം ചിലവർക്കൊന്നും ഇത് കിടന്നു കഴിഞ്ഞാൽ മുതുകുവേനയും ബാക്ക് പെയിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. സോ അതുകൊണ്ട് എല്ലാവരും ഒന്നും എല്ലാ സാധനവും ഈ ഒരു അഡ്വർടൈസ്മെന്റും സാധനങ്ങളൊന്നും കണ്ടിട്ട് പോയി വാങ്ങാതിരിക്കുക. റിസർച്ച് ചെയ്യുക. പല സ്ഥലത്തും നമുക്ക് റിസർച്ച്, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, GPT-ന്റെ അടുത്ത് ചോദിക്കാം, പിന്നെ യൂട്യൂബിൽ നോക്കാം. ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. സെയിം പ്രൈസ് റേഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഒരേ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ ഫുൾ റിസർച്ച് ചെയ്തിട്ട് മാത്രം ഒരു സാധനം എടുക്കുക. അല്ലാതെ ചാടി കയറി ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ലോമോന്നോ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതിൽ ചാടി വീണിട്ട് എല്ലാവരും പോയി പ്രൊഡക്റ്റ് എടുക്കാതിരിക്കുക. അപ്പൊ ഞാൻ എന്ത് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം ഒരു സാധനം പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തിടും. ഒരു 3-4 ദിവസം, അല്ല 5 ദിവസം, 6 ദിവസം, 7 ദിവസം ഒക്കെ ഞാൻ കാർട്ടിൽ ഇങ്ങനെ കിടക്കും. ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കുറെ കഴിഞ്ഞിട്ട് എടുക്കേണ്ട സാധനമാണ് കാർട്ടിൽ ആഡ് ചെയ്യും. എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും. എടുത്തിട്ട് എന്താ ഈ സാധനം നമുക്കിപ്പോൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് മതിയോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ആ ഒരു സമയത്തേക്ക് മാത്രം തോന്നിയതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈഗോന്റെ പേരിലൊക്കെ പല ആൾക്കാരും പല സാധനം മേടിച്ചു കൂട്ടും. അങ്ങനത്തെ സാധനങ്ങൾക്ക് ഒഴിവാക്കാൻ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ക്ഷമയോടെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഒഴിവാക്കി കളയാനുള്ളതായിരിക്കും. അപ്പൊ അങ്ങനത്തെ സാധനമൊക്കെ മെല്ലെ കാർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സാധനം നമ്മളെ കയ്യിൽ ഫണ്ട് വരുന്ന സമയത്ത് ഡയറക്റ്റ് റെഡി ക്യാഷിന് സാധനം എടുക്കുക. EMI എടുക്കുകയാണെങ്കിൽ കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ റെഡി ക്യാഷ് എടുക്കുന്നതിനായിട്ട് ലാഭത്തിനാണ്. ഫുൾ പേയ്മെന്റ് നിങ്ങൾ പേ ചെയ്ത് EMI ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ GST, അതിന്റെ വലത്തെ EMIന്റെ സാധനങ്ങൾ, അങ്ങനെ കുറെ ചാർജസ് ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് റെഡി ക്യാഷ് എടുക്കുന്നതിനായിട്ടും ലാഭം അതാണെങ്കിൽ മാത്രം EMIക്ക് സാധനം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ EMI ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയത് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലൈഫിൽ. ഒരു 10,000 രൂപ ഉണ്ടാക്കുന്ന ആളായാലും 20,000, 30,000, 40,000, 50,000, 1,00,000 രൂപ ഉണ്ടാക്കുന്ന ആളായാലും ഇൻവെസ്റ്റ്മെന്റ് അവരുടെ സ്കിൽ അവർ ചെയ്തിരിക്കണം. അതില്ലാതെ നമ്മളൊരു പോയിന്റിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും ചെയ്യുക. അത് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുക അതിനെ പറ്റിയിട്ട്. SIP ആയിട്ടോ, ലംസമായിട്ടോ, മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ, RD ആയിട്ടോ, FD ആയിട്ടോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഒരു കാശ് അത് FD ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് റിട്ടേൺസ് കുറവാണെങ്കിലും അത് റിലയബിൾ ആണ്. നമുക്ക് ഭയങ്കര റിട്ടേൺസ് കിട്ടില്ലെങ്കിലും ഭയങ്കര ലൈക്ക് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. എപ്പോഴും ഇങ്ങനെ മാർക്കറ്റിന്റെ അനുസരിച്ച് കുറേ അങ്ങനത്തതൊന്നുമില്ല. ആ ഒരു റോളർ കോസ്റ്റർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിലും അത് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും, റിസ്ക് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഈ 2025 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറഞ്ഞ SIP, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ലംസം, ഈ സാധനങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കൂടെ ഇതിന്റെയൊക്കെ ഏറ്റവും മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ ആയാലും, അപ്പോൾ നമുക്ക് പല ബ്രാൻഡ്സിന്റെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയും, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് ഫോൺ പേ എന്നോ പോളിസി ബസാറെന്നോ അല്ലാതെ സ്റ്റാറിന്റെ ഡയറക്റ്റോ അല്ലെങ്കിൽ എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളെ ഇതിന് ഓക്കെ ആയിട്ടുള്ള ഒരു പോളിസി കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത്. പിന്നെ റീഡിങ് ഹാബിറ്റ് നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഹാബിറ്റാണ് റീഡിങ് ഹാബിറ്റ്. ഇതിൽ ഞാനൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകും ഈ ഒരു ബുക്കാണ്, ആറ്റോമിക് ഹാബിറ്റ്. ജെയിംസ് ക്ലിയറിന്റെ ഈ ഒരു ബുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പോയിന്റ്സിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ റീഡിങ് ഹാബിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അത് നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തിനായാലും അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി വായിച്ചിരിക്കുന്നതായാലും നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടാനായാലും മൈൻഡ് കാമാക്കാനായാലും ഒക്കെ റീഡിങ് ഹാബിറ്റ് നല്ലതാണ് എപ്പോഴും. പിന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഫോണൊന്ന് മാറ്റി വെച്ച് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ബുക്ക് വായിച്ചാൽ കണ്ണിന് അത്രയും റിലാക്സേഷൻ ആണ്.
പിന്നെ സൈക്കോളജി ഓഫ് മണി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങാനും അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നിങ്ങൾക്ക് മെയിൻലി ഞാൻ സജസ്റ്റ് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് വായിച്ചു തുടങ്ങാൻ സജസ്റ്റ് ചെയ്യുക ഈ ഒരു ബുക്കാണ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് ടി കിയോസ്കിന്റെ ഈ ഒരു ബുക്ക്. ഇതും എനിക്ക് ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ 2025 വായിച്ചു തുടങ്ങിയ ബുക്സ് ആണ്. 24 ഞാൻ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ട്. 25 ഞാൻ ഈ ബുക്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പേരുള്ള ന്യൂസ് ഫീഡിലും അതേപോലത്തെ പല സ്ഥലത്തും സജഷൻസ് ആയിട്ട് വന്നുകൊണ്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് എന്തായാലും ലൈഫിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടാണ്. സോ നിങ്ങൾ 2026 റീഡിങ് ഹാബിറ്റ് തുടങ്ങുന്നുണ്ട്, പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങുന്നുണ്ട്, ഈ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റിലുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും എല്ലാ സ്ഥലത്തും ബുക്സ് ഒക്കെ നടത്തുന്ന സർവീസ് ഉണ്ട്. സോ ട്രസ്റ്റബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കുക. സാധനം കാശ് കൊടുത്തിട്ട് സാധനം വന്നില്ല എന്നൊന്നും പറയും. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഫ്രോഡ് സാധനങ്ങളുണ്ട്, അതിലൊന്നും വീഴാതിരിക്കുക. മെയിൻലി ഞാൻ ഇതിന്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, SIP അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ബുക്സിന്റെ സൈഡ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ വലിയ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ ഞാനിപ്പോ ഈ വീഡിയോ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് 2 വർഷത്തിനടുത്ത്, ഇതിന് മുന്നേ കുറച്ച് സമയം ചെയ്തിട്ട് ഡ്രോപ്പ് ആയതാണ്. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സീരിയസ് ആയിട്ട് ഇത് ചെയ്യണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത്, എന്റെ പാഷന്റെ പുറത്ത് ഞാൻ തുടങ്ങിയതാണ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പൊ അതിൽ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗാഡ്ജറ്റ്സിന്റെ സൈഡ്. അതല്ലാതെ എനിക്ക് യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അത് ഞാൻ ഫസ്റ്റ്ലി ഡാവിഞ്ചി റിസോൾവ് ട്രൈ ചെയ്തു, iMovies ട്രൈ ചെയ്തു, പിന്നെ വിൻഡോസിന്റെ ലാപ്പിൽ വേറൊരു ആപ്ലിക്കേഷൻ, അങ്ങനെ പലതും ട്രൈ ചെയ്തു. അവസാനം CapCut യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4 ആപ്ലിക്കേഷൻ ഒക്കെയാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് CapCut ചെയ്യുന്നത്. ഇതിൽ VPN ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ ബാൻഡ് ആണ്, കാരണം ചൈനീസ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പല സാധനങ്ങളും ഉണ്ട്. അവർ ചെയ്യുന്ന വെച്ചാൽ വേറൊരു ഇമെയിൽ ID എടുത്തിട്ട് ആ ഇമെയിൽ IDയിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് അവർ ഷെയർഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഒക്കെയാണ് തരുന്നത്. അതിന് ഓവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ മീൻസ് വിൻഡോസിന്റെ ഒക്കെ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ഡ് ആയിട്ട് പ്രീമിയർ പ്രോ അല്ലാന്നുണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് ഒക്കെ എടുക്കാം. ക്രാക്ഡ് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. മീൻസ് അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും അത്രയും കാശൊന്നും സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഓക്കെ ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് ഗ്രോ ആയി വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പെയ്ഡ് ആണെങ്കിൽ കൂടി CapCutന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തത്. പിന്നെ എനിക്ക് സമയം കോണ്ടന്റ് ക്രിയേഷനിൽ മാത്രമായിട്ട് ഫുള്ളി ഇറങ്ങാനുള്ള സമയം എനിക്കില്ല. ഞാൻ എൻ്റെ അല്ലാതെ പ്രൊഫഷണൽ വേറെ ഉണ്ട്. ഇത് എൻ്റെ പാഷന്റെ പുറത്ത് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ടൈം ഇതിലേക്ക് മാറ്റി ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എനിക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി CapCut യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ലാപ്പിലും അതിൽ തന്നെ ചെയ്യുന്നത്, ഫോണിലും ചെയ്യാറുള്ളൂ. പിന്നെ VNLൊക്കെ ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. CapCut ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യുന്നവർക്ക് CapCut ഈ പറഞ്ഞ ഇത് ക്രാക്ഡ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ലെങ്തി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട്സും അതേപോലെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്നവരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത്ര എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നുള്ളവർ ഒരുപാട് പേര് ചെയ്യുന്നത്, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വെറും ഫോണിൽ മാത്രം ചെയ്യുന്നവരുന്നുണ്ട്. ഭയങ്കര ഒരു ടാലന്റ് തന്നെയാണ്. ഞാൻ അപ്രീഷിയേറ്റ് ദാറ്റ്. സോ എനിക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാപ്പിൽ ഇട്ടിട്ട് അത്യാവശ്യം ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. സോ അതിൽ എനിക്ക് ചെറിയൊരു എമൗണ്ട് അതിലേക്ക് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ വൈഫൈ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അല്ലാത്ത സമയത്തും യൂസ് ആണ്. പിന്നെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലൊക്കെ ഇറങ്ങിയ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്തായാലും വൈഫൈ ആവശ്യമില്ല. അപ്പൊ ഈ 2 സാധനങ്ങൾ മെയിൻലി എനിക്ക് ഗാഡ്ജറ്റ്സ് അല്ലാതെ കോണ്ടന്റ് ക്രിയേഷന്റെ സൈഡ് എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. പിന്നെ നമുക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോ നാച്ചുറൽ ലൈറ്റും അതേപോലെ തന്നെ LED ലൈറ്റ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ വേറെ ഗാഡ്ജറ്റ് സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യും 2025 ഞാൻ ഫേസ് ചെയ്ത ടെക്നിക്കൽ ഇഷ്യൂസ്, പ്രോസ് ആൻഡ് കോൺസ്, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കണ്ട. 2026 ഒരു നല്ല ഇയർ ആവട്ടെ. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, കുറെ ബുക്സ് ഒക്കെ വായിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. So, bye-bye and take care.